ഹലോ. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇതുപോലെ പേടിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം തന്നെ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും, ഞാൻ വഴിയെ പറയാം. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിതാ ജസ്റ്റ് പുറത്തേക്ക് പോവാണ്. വേറെ എവിടെയെല്ലാം നെസ്റ്റോയിലേക്ക് പോവാണ്. കുറച്ച് സാധനമൊക്കെ വാങ്ങാന്നൊക്കെ വിചാരിച്ചാണ്. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും മഴയും വെള്ളമൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് നല്ല ഉഷാറായിട്ട് ചാടിത്തുള്ളി പോയതാണ്. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കൂടെ നീന്തിയിട്ടാണ് പോയത്. അങ്ങനെ നെസ്റ്റോയിലെത്തി ഞാൻ സാധനം വാങ്ങി തിരിച്ചിറങ്ങുമ്പോഴത്തേക്കാണ് കിത്തു വരുന്നു. എന്തോ സ്പീക്കറൊക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് നെസ്റ്റോന്റെ ഫ്രണ്ടിലാണ് ഇത് ഫുള്ള് വെള്ളമാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. മഴേന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ മഴയൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഡേ ടു ഡേ കയറിയിട്ടുണ്ടായിരുന്നു. കയറിയെങ്കിലും ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ കയറേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പിന്നെ തോന്നി. കിത്തു അതുവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സൈക്കിൾ ഉള്ളത് കൊണ്ടാവാൻ പെട്ടെന്ന് അങ്ങ് പോയി. പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ, അത്രയും ശക്തിയിലായിരുന്നു കാറ്റും മഴയും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. പിന്നെ ഇതാ റൂമിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തത്. യുഎയിലുള്ള മഴയും കാറ്റിന്റെ ഒക്കെ ദൃശ്യം കണ്ടവർക്കാണെങ്കിൽ അറിയായിരിക്കും എത്രത്തോളം ശക്തിയിലാണ് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. കാറ്റാണെങ്കിൽ വെറും കാറ്റല്ല, കൊടുങ്കാറ്റ് പോലെ തന്നെയായിരുന്നു. അത്രയും സാധനങ്ങളൊക്കെ അങ്ങനെ പറന്നു നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വന്ന് തലയിറങ്ങാൻ പോകുന്നുള്ളതായിരുന്നു ആദ്യത്തെ പേടി. മിന്നലിന്റെ ഇടീന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. മഴ കൊള്ളാതെ ഇനി റൂമിൽ എത്താൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. പക്ഷേ കാറ്റത്ത് പാറിപ്പോകുന്നുള്ള പേടിയും കൊണ്ടാണ് ഞാൻ വന്നത്. രാത്രി 12 മണി ആവാനായതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരുന്നു. ഞാൻ റൂമിലേക്ക് പിന്നെ വന്ന് കയറിയത് നനഞ്ഞു കുളിച്ചായിരുന്നു. കുടയില്ല, കുട ഉണ്ടെങ്കിൽ കൂടെ കാര്യമില്ല. അങ്ങോട്ട് പോയ പോലെയല്ല, തിരിച്ചു വരുമ്പോൾ റോഡൊന്നും കാണാനില്ല, ഫുൾ വെള്ളമായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് പേടിച്ചു. ഏതായാലും ഭാഗ്യത്തിന് തിരിച്ച് ജീവനോടെത്തി. അപ്പോൾ ഏതായാലും ഇനി മഴ കഴിയുന്നവരെ ഞാനും അങ്ങോട്ടും ഇല്ലേ.